അജിസാർ തികച്ച ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് സാർ. പുള്ളിയുടെ സമ്പർക്കം മുഴുവൻ സമ്പന്നരുമായിട്ടാണ്. രാഷ്ട്രീയക്കാരിൽ കെ സി വേണുഗോപാൽ സാറും കെ സുരേന്ദ്രൻ സാറും അടുത്ത സുഹൃത്തുക്കളാണ് പുള്ളിയുടെ. ഏറെ ഇതിനകത്ത് തന്നെ സരിത കേസുണ്ടല്ലോ, CBI അന്വേഷണവും വേണുഗോപാൽ അടക്കമുള്ള എല്ലാ പ്രമുഖരും കുറ്റമുക്തരാക്കപ്പെട്ടതിന്റെ കാരണക്കാരൻ അജിസാർ തന്നെയാണ്. ADGP MR അജിത് കുമാറിനെതിരെ വീണ്ടും ഗുരുതര ആരോപണവുമായി MLA PV അൻവർ. സോളാർ കേസ് അന്വേഷണം അട്ടിമറിച്ചതിലും ADGP MR അജിത് കുമാറിന് പങ്കുണ്ടെന്ന് ആരോപിച്ച് PV അൻവർ ഫോൺ സന്ദേശം പുറത്തുവിട്ടു. ആ സമയത്ത് സാറിന്റെ പേര് വെളിപ്പെടുത്താൻ ഇന്റർനെറ്റ് കോൾ ഒന്നും ഓർമ്മയുണ്ടോ സാറിന്? അപ്പൊ ആ വിവരം നൽകി ഞാനായിരുന്നു. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വെച്ച് സാർ നടത്തിയ പ്രസംഗം മുഴുവനായി ഞാൻ കേട്ടു. അപ്പൊ അതായത് സാറിന്റെ തൊട്ടുള്ള ബഹുമാന വിശ്വാസം എനിക്ക് നന്നായിട്ട് കൂടി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇപ്പം അജിത് സാറിന്റെ സ്വഭാവവും പ്രവർത്തന രീതിയും സാറിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നിയത്. ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലാണ് സാർ ഞാൻ ജനിച്ചത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സത്യസന്ധമായിട്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പരമാവധി ശ്രമിക്കാറുണ്ട്. അജിസാർ തികച്ച ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് സാർ. പുള്ളിയുടെ സമ്പർക്കം മുഴുവൻ സമ്പന്നരുമായിട്ടാണ്. രാഷ്ട്രീയക്കാരിൽ കെ സി വേണുഗോപാൽ സാറും കെ സുരേന്ദ്രൻ സാറും അടുത്ത സുഹൃത്തുക്കളാണ് പുള്ളിയുടെ. ഏറെ ഇതിനകത്ത് തന്നെ സരിത കേസുണ്ടല്ലോ, CBI അന്വേഷണവും വേണുഗോപാൽ അടക്കമുള്ള എല്ലാ പ്രമുഖരും കുറ്റമുക്തരാക്കപ്പെട്ടതിന്റെ കാരണക്കാരൻ അജിസാർ തന്നെയാണ്. കേസിൽപ്പെട്ട എല്ലാ പ്രമുഖരും നിസ്സാരമായിട്ട് ഈ പാവം സ്ത്രീ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ചില മാന്യന്മാരും മറ്റുള്ളവരിൽ നിന്ന് ആ സ്ത്രീ കൈപ്പറ്റിയ പണം മുഴുവൻ കവറുകയും ചെയ്തു സാർ. അപ്പോൾ വർഷങ്ങളോളം അവർ ജയിലിൽ തന്നെ കിടക്കുന്നു. ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോൾ കേരള പോലീസിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന് അവർക്ക് ബോധ്യമാവുകയും ചെയ്തു. കേസ് അന്വേഷിച്ച സംഘത്തിലുണ്ടായിരുന്നതെന്ന് കരുതുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ഫോൺ സന്ദേശമാണ് അൻവർ പുറത്തുവിട്ടത്. സോളാർ കേസ് അന്വേഷണം അട്ടിമറിച്ചതിൽ ADGP MR അജിത് കുമാറിന് പങ്കുണ്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ തന്നോട് പറഞ്ഞതായുള്ള ഫോൺ സന്ദേശമാണ് പുറത്തുവിടുന്നതെന്നും അൻവർ പറഞ്ഞു. ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ നടത്തുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നാളെ പോയി കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത്. തിരുവനന്തപുരത്ത് MR അജിത് കുമാർ സ്ഥലം വാങ്ങി കൊട്ടാര സദൃശ്യമായ വീട് പണിയുന്നതായും അൻവർ ആരോപിച്ചു. വീട് പണിയതിന്റെ രേഖകൾ കിട്ടിയിട്ടില്ല. എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോയി അന്വേഷിച്ചാൽ ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ സാധിക്കുമെന്നും അൻവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.